ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏതാനും ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിനകത്ത് ഓരോ ഹെർബ്സ് ചേർക്കും. അതായത് കൊറിയാണ്ടർ, മിൻറ്റ്, അങ്ങനെയൊക്കെയുള്ളത്. ഇതെല്ലാം നമ്മുടെ കോണ്ടിനെൻ്റൽ ഫുഡിലുള്ള ഹെർബ്സാണ്. ഇത് ഡ്രൈ ഒറിഗാനോ ആണ്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ടൊമാറ്റോ സോസ്, പിസ്സയുടെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പിസ്സയ്ക്ക് മുകളിൽ ഉപയോഗിക്കുന്ന ടൊമാറ്റോ സോസിൻ്റെ കങ്കസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡ്രൈ ഒറിഗാനോ. അത് ബേസിൽ. ഇത് ഇറ്റാലിയൻ ഹെർബ്സ് ആണ്. ബേസിൽ ഇത് നമ്മുടെ നാട്ടിലെ തുളസിയുടെ ഫ്ലേവറാണ്. ഇതും നമ്മൾ ഈ രണ്ട് ഹെർബ്സും നമ്മൾ ടൊമാറ്റോ സോസ് ബേസ് ഉപയോഗിക്കുന്നു. പാസ്ത, പിസ്സ എല്ലാത്തിനകത്തും നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് ഹെർബ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് തൈം. ഇത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ, മെയിനായിട്ട് ചിക്കൻ, ബീഫൊക്കെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത് ചോപ്പ് ചെയ്തിട്ട് ഓയിലിൽ നമ്മൾ സോക്ക് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവറാണ് ബീഫിനും ചിക്കനും കിട്ടും. ഇത് ജസ്റ്റ് പാഴ്സലി ഓൺ ദ ടോപ്പ് ഗാർണിഷ്. നമ്മൾ ഏത് ഡിഷിൻ്റെയും പാഴ്സലി നമ്മുടെ ഡിഷിൻ്റെ പുറത്ത് ഗാർണിഷായിട്ട് ഉപയോഗിക്കും. ഇത് ചൈവ്സ്, ചോപ്പ് ചൈവ്സ് നമ്മൾ സാധാരണ എടുത്ത് മയണൈസിനായിട്ടും പിന്നെ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ നേരമൊക്കെ നമ്മൾ ചോപ്പ് ചെയ്ത് ഇത് ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്ലേവർ കിട്ടും. പിന്നെ ഗാർണിഷായിട്ട് ഉപയോഗിക്കുന്നത് മോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഫിഷ് സോസിനാണ്. ഫിഷ് സോസിന് കോണ്ടിനെൻ്റൽ കുസിനിൽ നമ്മൾ ഫിഷ് സോസിന് നമ്മൾ ഇത് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. നല്ല ഫ്ലേവർ. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഫിഷിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് റോസ്മേരി. ഇത് സാധാരണഗതിയിൽ നമ്മൾ ലാമ്പ്, ഏത് റോസ്റ്റഡ് ലാമ്പ് നമ്മൾ സ്റ്റീൽ ചെയ്യുമ്പോൾ ഇത് ഓയിലിൽ നമ്മൾ സോക്ക് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിരിക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. നമ്മളിപ്പം കൊറിയാണ്ടർ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ഡിഷിനകത്ത് ചേർക്കുന്ന പോലെ തന്നെ ഈ എല്ലാ ഹെർബ്സും നമ്മൾ യൂറോപ്യൻ ഡിഷിൽ ഉപയോഗിക്കുന്നു. ഇത് സെലറി. ഈ സെലറി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റോക്കിന്, നമ്മൾ സോസ് ഉണ്ടാക്കുന്ന എല്ലാ സ്റ്റോക്കിനും, പിന്നെ എസ്പെഷ്യലി ടൊമാറ്റോ സോസ് ഉണ്ടാക്കുമ്പോൾ അതിലും ചോപ്പ് ചെയ്ത് ഇത് നല്ല ഫ്ലേവർ കിട്ടുന്നതാണ്. ഇതിൻ്റെ പേരാണ് സെലറി. ഇത് മിൻറ്റ് നമ്മുടെ നാട്ടിൽ പുതിന എന്ന് പറയും. ഇതെല്ലാം ലാമ്പ്. നമ്മളെപ്പോൾ ലാമ്പ് പ്രിപ്പറേഷനിൽ മോസ്റ്റ്ലി നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പീ ഷൂട്ട്. നമ്മൾ ഫുഡിൻ്റെയൊക്കെ സലാഡിൻ്റെ ടോപ്പിൽ പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെ ഗാർണിഷസ് ആക്കി ഉപയോഗിക്കുന്നത്. ഇതാണ് ടാരഗൺ. നമ്മൾ സാധാരണയായിട്ട് ടാരഗൺ ഹോളണ്ടൈസിനകത്ത് ടാരഗൺ വിനിഗർ റിഡക്ഷൻ ചെയ്ത് ഹോളണ്ടൈസ് സോസിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് ടാരഗൺ. ഇത് സെയ്ജ്. സാധാരണയായി ഇത് പോർക്ക് കുക്ക് ചെയ്യുമ്പോൾ പോർക്കിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഹെർബ്സാണ്. ഇത് സെയ്ജ്.